മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കാത്തപ്പോൾ ജീവിതത്തിൽ എല്ലാം എളുപ്പമാകുന്നു. നന്ദി വാക്ക് പറയാൻ മറന്നാലും കുറ്റം പറയാൻ മറക്കില്ല ചില മനുഷ്യർ. തുടർച്ചയായി പോസിറ്റീവ് ചിന്തകളിലൂടെ മാത്രം കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് മറ്റുള്ളവരെക്കാൾ പെട്ടെന്ന് തന്നെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. എത്ര തന്നെ പ്രതികൂലമായ സാഹചര്യത്തെയും അനുകൂലമാക്കാൻ നമ്മുടെ മനസ്സിന് കഴിയും. ഏതൊരു വ്യക്തിയുടെയും വിജയ പരാജയങ്ങളെ നിയന്ത്രിക്കുന്നത് അവയോടുള്ള നമ്മുടെ സമീപനമാണ്. 1000 പേർ നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും അപമാനിച്ചാലും പരിഹസിച്ചാലും തളരരുത്. നിങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ അന്തിമ വിജയം നിങ്ങൾക്ക് മാത്രമാണ്. കരയാം, നമ്മുടെ സങ്കടങ്ങൾ തീരുവാൻ വേണ്ടി മാത്രം. ചിരിക്കാം, നമുക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ മാത്രം. എന്നാൽ ഒരിക്കലും മറ്റുള്ളവരെ സങ്കടപ്പെടുത്തുകയോ അവരുടെ വീഴ്ചയിൽ സന്തോഷിക്കുകയോ ചെയ്യരുത്. സമാധാനം കടന്നു വരുന്നത് നമ്മുടെ സ്വന്തം ഉള്ളിൽ നിന്നാണ്. നമ്മുടെ ഉള്ളിൽ നിന്നല്ലാതെ പുറത്ത് എവിടെ അന്വേഷിച്ച് നടന്നാലും അത് ലഭിക്കില്ല. അവകാശം പറയാൻ കഴിയാത്ത ആത്മബന്ധങ്ങളെ നമ്മൾ ഒരുപാട് ചേർത്ത് പിടിക്കും, മനസ്സിൽ അവർക്കുള്ള സ്ഥാനം ആർക്കും കൊടുക്കാതെ. പക്ഷേ എവിടെയൊക്കെയോ എപ്പോഴൊക്കെയോ അവർ നമ്മുടെ ആരുമല്ലാതാവും. ലോകം എത്ര മാറിയാലും നമുക്ക് സന്തോഷമായിരിക്കാൻ കഴിയില്ല. എന്നാൽ നമ്മുടെ കാഴ്ചപ്പാട് മാറുന്ന ദിവസം ജീവിതം സന്തോഷകരമാകും. നീ ആരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുവോ അവർക്ക് നിൻ്റെ മനസ്സിനെ അത്രത്തോളം വേദനിപ്പിക്കാനുള്ള കഴിവും ഉണ്ടായിരിക്കും. വാക്കുകൾക്ക് മുള്ളിനേക്കാൾ മൂർച്ചയുണ്ട്. മുള്ളുകൊണ്ട് ഉണ്ടാകുന്ന മുറിവ് ദിവസങ്ങൾക്കുള്ളിൽ ഉണങ്ങുന്നു. പക്ഷേ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന വാക്കുകൾ ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കപ്പെടുന്നു. ഒരാളെ ചതിക്കുക എന്നത് ഒരു കടമാണ്. ഒരു നാൾ മറ്റൊരാളുടെ കൈകളിൽ പലിശ സഹിതം തിരിച്ചു കിട്ടുന്ന കടം. ചില സ്വപ്നങ്ങൾ അങ്ങനെയാണ്. ആകാശത്തിലെ മേഘങ്ങൾ പോലെ ഒരിക്കലും നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുമില്ല. എത്തിപ്പെടാത്ത ദൂരത്ത് നിന്ന് അത് മാഞ്ഞു പോവുകയും ചെയ്യും. സ്വപ്നം കാണാനുള്ള കഴിവ് തന്നത് ഒരു അനുഗ്രഹമാണ്. ഒരുപാട് ആഗ്രഹിച്ചിട്ടും നടക്കാത്ത ആഗ്രഹങ്ങൾ ഒരു മിനിറ്റെങ്കിലും നടന്നു കാണുന്നത് അതിലൂടെയാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പെരുമാറ്റം നിയന്ത്രിക്കാൻ കഴിയില്ല. എന്നാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇന്നലകൾ വീണ്ടെടുക്കാനാവില്ല. പക്ഷെ നാളെ ജയിക്കണോ തോൽക്കണോ എന്ന് നമുക്ക് തീരുമാനിക്കാം. നമുക്കുള്ളതിൽ തൃപ്തിപ്പെടുവാനും സന്തോഷിക്കുവാനും ശീലിക്കുക. നമുക്ക് കുറവുകൾ ഒന്നുമില്ല എന്ന് മനസ്സിലാകുമ്പോൾ ഈ ലോകത്തെ നമുക്ക് സന്തോഷത്തോടെയും വിശാലമായും നോക്കിക്കാണാൻ കഴിയും. നമ്മുടെ ജീവിതയാത്രയിലെ തീരുമാനം നമ്മുടേത് മാത്രമാകണം. അല്ലെങ്കിൽ പലതും നഷ്ടപ്പെട്ട യാത്രയാകും നമ്മുടേത്. പ്രതീക്ഷകളാണ് മനുഷ്യനെ നിലനിർത്തുന്നത് എങ്കിലും വിശ്വാസമാണ് അത് നേടിത്തരുന്നത്. നമുക്കെല്ലാവർക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയണമെന്നില്ല. പക്ഷെ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യാൻ കഴിയും. ബന്ധങ്ങൾ രക്തബന്ധങ്ങളിൽ മാത്രമല്ല, സൗഹൃദങ്ങളിലും നിലനിൽക്കുന്നു. ഏതൊരു ബന്ധങ്ങളുടെയും നിലനിൽപ്പ് പരസ്പര സംഭാഷണങ്ങളിൽ തന്നെയാണ്. എവിടെ സംഭാഷണം കുറയുന്നുവോ അവിടെ ബന്ധങ്ങളിൽ അകൽച്ച അനുഭവപ്പെടുന്നു. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ മറ്റാരെയും ശ്രദ്ധിക്കാതെയും മറ്റൊന്നും നോക്കാതെയും ചെയ്യാനും ആസ്വദിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. സമയം കൃത്യമായി ഉപയോഗിച്ചിരിക്കുന്ന എല്ലാവർക്കും സമയം ആവശ്യം പോലെ ഉണ്ടാകും. നിങ്ങൾ ജീവിതത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സമയം കളയരുത്. കാരണം ഈ സമയമാണ് നിങ്ങളുടെ ജീവിതം. പ്രായമെന്നത് വർഷങ്ങളുടെ കടന്നുപോക്കാവരുത്. അത് നിങ്ങൾക്കുള്ളിലെ വിവേകത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഉദയത്തിലേക്കുള്ള ഓരോ കാൽവെപ്പുകൾ ആയി തീരണം. നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ നിയന്ത്രിക്കാൻ ശീലിക്കുക. തെറ്റ് ചെയ്താൽ അംഗീകരിക്കാൻ പഠിക്കുക. ബന്ധങ്ങൾ സ്വയം തകരില്ല. അഹങ്കാരവും അറിവില്ലായ്മയും തെറ്റായ നിലപാടുകളും അതിനെ തകർക്കും. നമ്മുടെ ചിന്തകൾക്കും ശക്തികൾക്കും പരിമിതികളില്ല. അത് ആർക്കും തടുക്കാനുമാകില്ല. നിങ്ങളെ ചതിക്കുന്ന ആരോടും പ്രതികാരം ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. അവർ അതിൻ്റെ കർമ്മഫലം അനുഭവിച്ചേ തീരൂ. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് തന്നെ നടക്കും. മറ്റുള്ളവരിലെ നല്ല ഗുണങ്ങൾ കാണാൻ ശ്രമിക്കുന്നതിനനുസരിച്ച് അവയുടെ പ്രഭാവം നമ്മിലും ഉണ്ടാകുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരിലെ അവഗുണങ്ങൾ കാണാൻ ശ്രമിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രഭാവവും നമ്മിലുണ്ടാകുന്നു. അതുകൊണ്ട് എന്ത് കാണണമെന്ന് ചിന്തിക്കുക. താങ്ങി നിർത്താൻ ആരെങ്കിലും ഉണ്ടെന്ന് കണ്ടാൽ ഉറുമ്പ് കടിച്ചാലും നിലവിളിക്കും.
അതേസമയം നമുക്ക് നമ്മളേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ ഭൂമി കുലുങ്ങിയാലും കുലുക്കം വന്നാലും പിടിച്ചു നിന്നോളും. തളർന്നു പോകുന്നുണ്ട്, പക്ഷെ തളരില്ല. ഈ ഇരുട്ടിൻ്റെ പിന്നിൽ ഒരു വെളിച്ചം ഉണ്ടെന്ന പ്രതീക്ഷയാണ് മുന്നോട്ടുള്ള യാത്രയ്ക്ക് വഴിയേകുന്നത്.